എടാ ഈ ബാങ്കിൽ പോയില്ലേ? പോയത് പൈസ ഉണ്ടെന്നിതാ. ഞാൻ ആ ബാങ്ക് മാനേജറോട് പ്രത്യേകം പറഞ്ഞിരുന്നല്ലോ 100 200 നോട്ട് മാത്രം മതിയെന്ന്. ഇത് 500 ആണല്ലോ കൂടുതൽ, പൈസയും കൂടുതലുണ്ടല്ലോ. ഇവിടെ വരുന്നവർക്ക് കൊടുക്കാനുള്ള 100 200 ഇതിലുണ്ട്. അതിനടേ ഇവിടെ വരുന്നവർക്ക് 10 20 കൊടുത്താ പോരെ? അത് പോരപ്പാ. അല്ല ഇജിപ്പോ എഴുതി എണ്ണി ഉണ്ടാക്കി കവറിലാക്കണ ഇപ്പത്തിനാ? ഇതേ നമ്മളെ മൊത്തം പണിക്കാർക്ക് കൊടുക്കാനുള്ള പൈസ ഞാൻ എഴുതി കണക്കാക്കുന്നത്. അതിനിപ്പോ എത്ര എണ്ണി കണക്കാക്കാൻ? എല്ലാ കൊല്ലം കൊടുക്കണ 1000 ഉറുപ്പിക കൊടുത്താ പോരെ? അത് പോരപ്പാ. നമ്മളെ ബിൽഡിങ്ങിന്റെ വാടക, വില്ലകളുടെ വരുമാനം, കമ്പനി എന്നുള്ളത് എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു 6 ലക്ഷം റുപ്യ സക്കാത്ത് കൊടുക്കാണ്ടാവും. അനക്കെന്താ പിരാന്താ? 6 ലക്ഷം റുപ്യൊക്കെ സക്കാത്ത് കൊടുക്കേ? എത്ര പറ്റി പറഞ്ഞേ? 2.5% സക്കാത്ത് കൊടുക്കണമെങ്കിൽ ഈ പറഞ്ഞ പൈസ വേണ്ടി വരും. ഇന്റെ കയ്യ് കിടന്നപ്പോഴേ അന്നെ ഒന്ന് ഏൽപ്പിച്ചത് ഞാൻ കുടുങ്ങിയ. എത്തപ്പത് കഥ? പഴയതൊക്കെ നിങ്ങൾ ഇത്ര പെട്ടെന്ന് മറന്നപ്പാ. ഒരു കാലത്ത് വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന നമ്മള് ഇന്ന് പഠിച്ചോനെ ഈ കണ്ട നിയമത്തൊക്കെ നമുക്ക് തന്നിട്ട് നമ്മളെ സമ്പാദ്യത്തിൽ നിന്ന് കൃത്യമായി സക്കാത്ത് കൊടുത്ത് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ അത് നമുക്ക് അർഹതപ്പെട്ടതല്ല, അതിന്റെ അവകാശികൾ വേറെയാണ്. ഇതൊക്കെ പഠിച്ചോനെ നമ്മളെ ഏൽപ്പിച്ച ഒരു അമാനത്താണ്. ഇതൊക്കെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നാളെ പടച്ചോനോട് ഇതിനൊക്കെ കണക്ക് പറയേണ്ടി വരുപ്പാ. എന്നാ പിന്നെ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്തോളെ. ഇപ്പൊ എങ്ങനെ ചെയ്യാനാ ഉദ്ദേശിക്കുന്നത്? ഈ കണ്ടതൊക്കെ നമുക്കുണ്ടായത് നമ്മളെ മിടുക്കൊണ്ട് മാത്രല്ല, രാവും പകലില്ലാതെ നമ്മളെ വളർച്ചയിൽ കൂടെ നിന്ന നമ്മളെ ജോലിക്കാരാണ്. അവരത്ര നിസ്സാരമായിട്ട് കാണാൻ പറ്റൂലപ്പാ. നമ്മളെ കുടുംബത്തിലെ അത്യാവശ്യക്കാർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമ്മളെ പണിക്കാർക്ക് ഒരേപോലെ അങ്ങോട്ട് കൊടുക്കുക. ഓരോ മനസ്സ് സന്തോഷമാവുമ്പോ നമുക്കിത് കൂടെ ചെയ്യുള്ളൂപ്പാ. ഞാനിതൊക്കെ കറക്റ്റായിട്ട് എടുത്തു വെക്കാം. നിങ്ങൾ ആ മാനേജറെ വിളിച്ചുകൊണ്ട് ഇന്നെ കമ്പനിക്ക് കൊടുത്തയച്ചേക്ക് കേട്ടാ. മൻസൂറേ, ഇങ്ങോട്ട് വരും. ഞാനേ ഇനിയിപ്പോ ഏതായാലും റമദാൻ കഴിഞ്ഞിട്ടുണ്ട് വരാൻ കഴിയുള്ളൂ. കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു മട്ടം പോലെ നോക്കിക്കാള്. ഷെഫീഖിന് ഇപ്പൊ എപ്പോഴും അങ്ങോട്ട് വരാനൊന്നും കഴിയൂലല്ലോ, എല്ലായിടത്തും എത്തണ്ടേ. ഇത് നമ്മളെ പണിക്കാർക്കുള്ളതേ എല്ലാവർക്കും എത്തിച്ചാള്. ആയിക്കോട്ടെ. ശരി, ആയിക്കോട്ടെ. ഞാൻ പോയി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മൻസൂറക്ക ഒന്നുകൂടെ വരുമോ? എന്തിയാ? അല്ല, നിങ്ങൾ തന്ന കവർ മാറിയിക്കണ. ഇതിൽ 10,000 ഉറുപ്പിക ഉണ്ടല്ലോ. 10,000? ഇതും 10,000 ഉണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞേ, ഞങ്ങള് മുതലാളിക്കൊന്ന് വിളിച്ചു നോക്കി. ഇത് കവർ മാറിയതാന്നുള്ളതെന്ന് അറിയണല്ലോ. മുതലാളി ഫോൺ എടുക്കണില്ല. ഷെഫീഖിനൊന്ന് വിളിച്ചു നോക്കിയാലോ? ഹലോ. അല്ല, ഞങ്ങൾക്ക് കിട്ടിയ കവറിലിപ്പോ അത് സക്കാത്തിന്റെ കണക്ക് പ്രകാരം നിങ്ങൾക്ക് അവകാശപ്പെട്ട തന്നെയാണ്. ആയിക്കോട്ടെ. ശരി 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 ശരി, ആയിക്കോട്ടെ. വലൈക്കും അസ്സലാം. അനീഫാക്ക, ഇത് നമ്മക്കുള്ളത് തന്നെയാണ്. തന്നെ ഞാനേ പെരുന്നാളൊക്കെ എങ്ങനെ കഴിച്ചുവിടുന്നുള്ളൊരു വലിയൊരു സങ്കടത്തിലായിരുന്നു. ഇതിപ്പോ വലിയൊരു കിട്ടലാണ് നമ്മൾ മുതലാളി തന്നത്. ഞാനും തന്നെ ഉപ്പാന്റെയും ഉമ്മാന്റെയും മരുന്ന് വാങ്ങലും ഇനിയിപ്പോ പെരുന്നാൾക്ക് കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കലെല്ലാം കൂടി ആലോചിച്ചിട്ട് ആകെ ബേജാറായിരിക്കും. ഇതിപ്പോ ഒരു വലിയൊരു കിട്ടലായി പോയി. സമയത്ത് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു സംഖ്യ പെരുന്നാൾ പൈസ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അതന്നെ. ഏതായാലും മുതലാളിക്ക് അള്ളാഹു നല്ല ബർക്കത്ത് കൊടുക്കട്ടെ. ഇവരൊന്നും കോടീശ്വരന്മാരാവാൻ വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നവരല്ല. അന്നന്നത്തെ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളെ കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുന്നവരായിരിക്കും. അർഹതപ്പെട്ടത് അപ്രതീക്ഷിതമായി കയ്യിലെത്തിയപ്പോൾ മനസ്സിൽ നിന്നറിയാതെ വന്ന പ്രാർത്ഥനയും മുഖത്ത് വിടർന്ന ആ പുഞ്ചിരിക്ക് എത്രയെത്ര അർത്ഥതലങ്ങളാണുള്ളത്.